ഹലോ എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫാമ ഇൻസൈറ്റ്സ്. സോ നമ്മളിവിടെ നിന്ന് കേരള PSCയുടെ ഒരു 25 ക്വസ്റ്റ്യൻസ് കൂടി നോക്കുകയാണ് കേട്ടോ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇത് ഈ ചാനൽ എല്ലാവരും തന്നെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക കേട്ടോ. എൻ്റെ ഒരു പുതിയ ചാനലാണ്, ഞാൻ മാക്സിമം എഫേർട്ട് എടുത്താണ് വീഡിയോ എടുക്കുന്നത്. സോ ഓരോ ഓപ്ഷൻസും കറക്റ്റായിട്ട് ഡിസ്കസ് ചെയ്താണ് പോകുന്നത് കേട്ടോ. സോ നിങ്ങൾക്ക് ഏതൊരു എക്സാം ആണെങ്കിലും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഈ വീഡിയോസ് എല്ലാം തന്നെ. സോ അതുകൂടാതെ തന്നെ ഒത്തിരി ഫാർമസിസ്റ്റ് വേക്കൻസിയുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ഡെയിലി ഷെയർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങളെല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. സോ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എൻ ഐസോക്വിനോളിൻ ആൽക്കലോയിഡ്. ഐസോക്വിനോളിൻ ആൽക്കലോയിഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഐസോക്വിനോളിൻ ആൽക്കലോയിഡ് ഓപ്ഷൻസ് ക്യുനൈൻ, എമറ്റിൻ, എർഗോമെറ്റിൻ ആൻഡ് സ്ട്രൈക്ലിൻ ആണ്. ഇതിലേതാണ് ഐസോക്വിനോളിൻ ആൽക്കലോയിഡ്? ദാറ്റ് ഈസ് എമറ്റിൻ അല്ലേ, എമറ്റിൻ ആണ് വരുന്നത്. ഇത് ഏതിൻ്റെ കണ്ടൻ്റാണ് എമറ്റിൻ എന്ന് പറഞ്ഞാൽ? ഇപ്പിക്കാക്കിൻ്റെ കണ്ടൻ്റാണ് എമറ്റിൻ എന്ന് പറയുന്നത്. സോ ഇതല്ലാതെ തന്നെ നമ്മൾ ഒപ്പിയം, ഒപ്പിയത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസ്, അതുപോലെ തന്നെ ക്യുറെയർ ബാർക്കിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻറ്റ്, ഇതെല്ലാം തന്നെ ഈ ഐസോക്വിനോളിൻ ആൽക്കലോയിഡിൽ വരുന്ന ഡ്രഗ്സ് തന്നെയാണ് കേട്ടോ. അതുപോലെ ക്യുനിൻ നമുക്കറിയാം, സിങ്കോണിന് കിട്ടുന്ന. ഇതിൽ ഏത് ടൈപ്പ് ഓഫ് ആൽക്കലോയിഡ്സ് ആണുള്ളത്? ക്യുനോളിൻ ആൽക്കലോയിഡ്സ്. ക്യുനോളിൻ ആൽക്കലോയിഡ്സ്. അതുപോലെ എർഗോമെറ്റിൻ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? എർഗോട്ടീന്ന്. സ്ട്രൈക്കിനെ എവിടെ നിന്നാണ് കിട്ടുന്നത്? നക്സോമിക്കെന്ന്. ഇതിലുള്ള ടൈപ്പ് ഓഫ് ഇതിൽ രണ്ടിലും ഇൻഡോൾ ആൽക്കലോയിഡ്സ് ആണ് ഉള്ളത്. ഇൻഡോൾ ആൽക്കലോയിഡ്സ്. ഓക്കെ, സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ടോക്സിക് സബ്സ്റ്റൻസ് പ്രസൻറ്റ് ഇൻ നട്ട്മഗ് ഈസ് സഫ്രോൾ, യൂജിനോൾ, മിരിസ്റ്റസിൻ ആൻഡ് പൈനിൻ. സോ ഈ ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ 4 കോൺസ്റ്റിറ്റ്യുവൻസും നട്ട്മഗിലുള്ള കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ് തന്നെയാണ് അല്ലേ. പക്ഷെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ടോക്സിക് സബ്സ്റ്റൻസ് ആണ്. അതിലേതാണ്? മിരിസ്റ്റസിൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ സി ഗ്ലൈക്കോസൈഡ്? സെനോസൈഡ് സി, അലോയിമോഡിൻ, റീൻ ആൻഡ് അലോയിൻ. സോ ഇവിടെ ചോദിച്ചിരുന്നത് സി ഗ്ലൈക്കോസൈഡ് ആണ്. സോ നമുക്കറിയാം, നമ്മൾ ഗ്ലൈക്കോസൈഡിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്കും അതിലൊരു ഗ്ലൈക്കോൺ പോർഷൻ ഉണ്ടായിരിക്കും, അഗ്ലൈക്കോൺ പോർഷനും കാണും. ഓക്കെ, ഒരു ഗ്ലൈക്കോൺ പോർഷൻ ഉണ്ടായിരിക്കും, അഗ്ലൈക്കോൺ പോർഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഈ രണ്ട് പോർഷൻ നമ്മൾ ലിങ്ക് ചെയ്തിരിക്കുന്ന ഗ്ലൈക്കോസിഡ് ലിങ്കേജ് വഴിയായിരിക്കും. ഗ്ലൈക്കോസിഡ് ലിങ്കേജ്. ഓക്കെ, സോ നമുക്കറിയാം ഇതിൽ ഈ അഗ്ലൈക്കോൺ പോർഷൻ എന്ന് പറയുന്നത് ഇതാണ് റെസ്പോൺസിബിൾ ഫോർ അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തെറാപ്യൂട്ടിക് പ്രോപ്പർട്ടിക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഈ അഗ്ലൈക്കോൺ പോർഷൻ ആയിരിക്കും. അതുപോലെ ഗ്ലൈക്കോൺ പോർഷൻ എന്ന് പറയുമ്പോൾ ഒരു ഷുഗർ പാർട്ടായിരിക്കും കേട്ടോ. ഈ ഷുഗർ പാർട്ട് ഒരു കാർബൺ ആറ്റമായിട്ടാണ് ലിങ്ക് ചെയ്തേക്കണമെങ്കിൽ, അതിലോട്ടാണ് അറ്റാച്ച് ചെയ്തേക്കണമെങ്കിൽ ഇതൊരു സി ഗ്ലൈക്കോസൈഡ് എന്നറിയപ്പെടും. ഓക്കെ, ഈ ഷുഗർ പാർട്ട് ഒരു OH ഗ്രൂപ്പായിട്ടാണെങ്കിലോ അത് O ഗ്ലൈക്കോസൈഡ്, സൾഫർ ഗ്രൂപ്പായിട്ടാണെങ്കിലോ S ഗ്ലൈക്കോസൈഡ്, നൈട്രജൻ ഗ്രൂപ്പാണെങ്കിലോ N ഗ്ലൈക്കോസൈഡ്. സോ അങ്ങനെയാണ് നമ്മളിതിൻ്റെ പേര് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? താഴെ പറയുന്നതിൽ ഏതാണ് സി ഗ്ലൈക്കോസൈഡ് എന്നാണ്. സോ സെനോസൈഡ് സി ആണോ? അല്ല, അതൊരു O ഗ്ലൈക്കോസൈഡ് ആണ് അല്ലേ, O ഗ്ലൈക്കോസൈഡ് ആണ്. ഓക്കെ, അലോയിമോഡിൻ ആൻഡ് റീ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു അഗ്ലൈക്കോൺ ആന്ത്രാക്വിനോൺ നമ്മൾ പറയേണ്ടി വരും. അഗ്ലൈക്കോൺ ആണ് കേട്ടോ, അഗ്ലൈക്കോൺ തന്നെയാണ്. സോ ഇതിലെ ആൻസർ ഏതാണ്? അലോയിൻ ആണ്. അതാണ് ഒരു സി ഗ്ലൈക്കോസൈഡിന് എക്സാമ്പിളായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഓയിൽ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് വാനിലിൻ. വാനിലിൻ്റെ പ്രൊഡക്ഷന് യൂസ് ചെയ്യുന്ന ഓയിൽ. ഓപ്ഷൻസ് എ ക്ലോവ് ഓയിൽ, ബി ലെമൺ ഓയിൽ, സി സിന്നമൺ ഓയിൽ, ഡി പെപ്പർമിൻറ്റ് ഓയിൽ. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ക്ലോവ് ഓയിൽ. നമുക്കറിയാം വാനിലിൻ എന്ന് പറയുന്നത് യൂജിനോൾ എന്ന് പറഞ്ഞ കണ്ടൻറ്റിൽ നിന്നാണ്. യൂജിനോളിനെ ഓക്സിഡൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വാനിലിൻ. വാനിലിൻ യൂസ് ചെയ്യുന്നത് ഫ്ലേവറിങ് ഏജൻ്റ് ആയിട്ടാണ്. ഓക്കെ, സോ നമുക്കറിയാം യൂജിനോൾ എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ പ്രധാന കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂൻ്റ് ആണ്? ക്ലോവിൻ്റെ പ്രധാന കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂൻ്റ് ആണ് യൂജിനോൾ. സോ ക്ലോവ് ഓയിലാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. സ്റ്റൊമാറ്റ പ്രസന്റ് ഇൻ ഡിജിറ്റാലിസ് പർപ്യൂറ. ഏത് ടൈപ്പ് ഓഫ് സ്റ്റൊമാറ്റയാണ് ഡിജിറ്റാലിസിലുള്ളത്? റുബേഷ്യസ്, റെനുക്കുലേഷ്യസ്, കാരിയോഫിലേഷ്യസ് ഓർ ക്രൂസിഫറസ്. ഇതിൻ്റെ ആൻസർ ഏതാണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ, എല്ലാവർക്കും അറിയാം. റാനുക്കുലേഷ്യസ് സ്റ്റൊമാറ്റ. നമുക്ക് ഈ സ്റ്റൊമാറ്റ നമുക്ക് അനമോസൈറ്റിക് സ്റ്റൊമാറ്റ എന്നും വിളിക്കുന്നുണ്ട് കേട്ടോ. അനമോസൈറ്റിക് സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ഇറഗുലർ സെൽഡ് സ്റ്റൊമാറ്റ. ഈ 2 ഓപ്ഷൻ വന്നാലും നമ്മൾ ഓർത്ത് വയ്ക്കുക, റാനുക്കുലേഷ്യസ് സ്റ്റൊമാറ്റ തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് പോസസ് നാർക്കോട്ടിക് ആക്ടിവിറ്റി. ഇല്ലാത്തതാരാണ്? നാർക്കോട്ടിൻ, മോർഫിൻ, ഡയസെറ്റിൽ മോർഫിൻ, ടെട്രാഹൈഡ്രോ കെനബിനോൾ.
സോ നാർക്കോട്ടിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിപ്പെൻഡൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പെയിൻ റിലീവിങ് പ്രോപ്പർട്ടി, അല്ലെങ്കിൽ സീരിയസ് ഡിപ്രഷൻ ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് നാർക്കോട്ടിക് ആക്ടിവിറ്റി അല്ലേ. അതില്ലാത്തത് ആരാണ്? ഓപ്ഷൻ എ നാർക്കോട്ടിൻ. നാർക്കോട്ടിൻ നമുക്ക് നോസ്ക്യാപ്പിൻ എന്നും വിളിക്കുന്നുണ്ട്. നോസ്ക്യാപ്പിൻ ഇത് എന്തിനായിട്ട് യൂസ് ചെയ്യുന്നത്? ഇത് യൂസ് ചെയ്യുന്നത് കഫ് സപ്രസൻറ്റ് ആയിട്ട് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ആൻറ്റി ടെസീവായിട്ട് യൂസ് ചെയ്യും. ഓക്കെ, മോർഫിൻ ഉണ്ടല്ലോ നാർക്കോട്ടിക് ആക്ടിവിറ്റി നമുക്കറിയാം. ഡയസെറ്റൈൽ മോർഫിൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഹെറോയിനാണ് പറയുന്നത് അല്ലേ. അതിനുണ്ട് നാർക്കോട്ടിക് ആക്ടിവിറ്റി. ടെട്രാ ഹൈഡ്രോ കന്നബിനോൾ അല്ലെങ്കിൽ THC എന്ന് പറയും. ഇതൊരു കന്നബിസിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂൻ്റ് ആണ്. ഇതിന് നമ്മൾക്ക് ലീഗലി ഇതൊരു നാർക്കോട്ടിക് അല്ലെങ്കിൽ പോലും ഇതിന് ഇതിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം അല്ലെങ്കിൽ പ്രോപ്പർട്ടി എല്ലാം നാർക്കോട്ടിക് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടെടുക്കുന്നതാണ്. സോ അത് നമ്മൾ ഒരു നാർക്കോട്ടിക് ആക്ടിവിറ്റി ഉള്ള ഒരു ഡ്രഗ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ നാർക്കോട്ടിൻ അല്ലെങ്കിൽ നോസ്ക്യാപ്പിനാണ് ആൻസറായിട്ട് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് സെൻറ്റ് ആൻ്റണീസ് ഫയർ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. ബെല്ലഡോണ, ഡിജിറ്റാലിസ്, റവോൾഫിയ ആൻഡ് എർഗോട്ട്. ഇതിലെ ഏതിൻ്റെ സിനോണിമാണ് സെൻറ്റ് ആൻ്റണീസ് ഫയർ? എർഗോട്ട് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. ദ ബിറ്റർ ഗ്ലൈക്കോസൈഡ് പ്രസൻറ്റ് ഇൻ സിങ്കോണ ഈസ്? ക്വിനഡിൻ, ക്യുനിൻ, സിങ്കോണിൻ ആൻഡ് ക്യുനോവിൻ. സോ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കുക. ബിറ്റർ ഗ്ലൈക്കോസൈഡ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ നോക്കൂ, ക്യുനഡിനും ക്യുനിനും സിങ്കോണിനും നമ്മൾ എന്തായിട്ടാണ് പഠിച്ചിരിക്കുന്നത്? ആൽക്കലോയിഡ് കണ്ടൻ്റ് ആയിട്ടല്ലേ പഠിച്ചിരിക്കുന്നത്? ആൽക്കലോയിഡാണ്. സോ അതാണോ അപ്പോൾ ഉത്തരം? അല്ല, ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഗ്ലൈക്കോസൈഡാണ്. സോ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ക്യുനോവിൻ. ക്യുനോവിൻ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ പറഞ്ഞില്ലേ ഗ്ലൈക്കോസൈഡിന് 2 പോർഷൻ ഉണ്ട്, ഗ്ലൈക്കോൺ അഗ്ലൈക്കോൺ പോർഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. സോ ക്യുനോവിനെ നമ്മൾക്ക് ഡീകമ്പോസ് അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യുനോവിക് ആസിഡ് കിട്ടും, പ്ലസ് ഒരു മാനിറ്റാൻ മോളിക്യൂളാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ആസ് ആൻ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻറ്റ്? ഓക്കെ, ഡയസ്റ്റേസ്, പെപ്സിൻ, പപ്പൈൻ ആൻഡ് ജെലാറ്റിൻ. ഈ 4 ഓപ്ഷനാണുള്ളത്. ഓക്കെ, ഇതിൻ്റെ ഏതാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളത്? ഓപ്ഷൻ സി പപ്പൈൻ അല്ലേ. ഈ ഡയസ്റ്റേസ് എന്ന് പറയുന്നത് നമുക്ക് അമൈലേസ്, ഡയസ്റ്റേസ് സെയിം, അമൈലേസ് എന്ന് പറഞ്ഞാൽ സെയിം ആണ് കേട്ടോ. ഇവ നമ്മൾ ഡൈജസ്റ്റ് ചെയ്ത് പർപ്പസിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. ജെലാറ്റിൻ നമുക്കറിയാം കൊളാജൻ എന്ന് കിട്ടുന്ന പ്രോട്ടീനാണ് അല്ലേ, ക്യാപ്സൂൾ ഷെല്ല് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. സോ അത് നമുക്കറിയാം. സോ ഇതിനൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളത് പപ്പൈനാണ്. അതാണ് അതിൻ്റെ ബേസിലാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ കിട്ടിയെന്ന് നമ്മൾ വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ക്രീമോകാർപ്പ് ഓഫ് കൊറിയാണ്ടർ ഫ്രൂട്ട് കണ്ടെയ്ൻ 2 വിറ്റെ, 4 വിറ്റെ, 6 വിറ്റെ, 12 വിറ്റെ. എത്ര വിറ്റ ഉണ്ട് കൊറിയാണ്ടർ ഫ്രൂട്ടിൻ്റെ ക്രീമോകാർപ്പിന്? 4 വിറ്റെ അല്ലേ. നമ്മളോട് ചോദിച്ചത് ക്വസ്റ്റ്യൻ ഫെണലിൻ്റെയാണ് ചോദിച്ചിരുന്നെങ്കിലോ 12 വിറ്റ്. ഓക്കെ, ഫെണൽ അല്ലെങ്കിൽ നമുക്ക് കാരവേക്കും 12 വിറ്റാണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ് ഈസ് അഡ്മിനിസ്ട്രേഡ് ഇൻട്രാവീനിയസ്ലി ടു ഇൻഡ്യൂസ് അനസ്തേഷ്യ? ഐസോഫ്ലൂറൈൻ, നൈട്രസ് ഓക്സൈഡ്, തയോപെൻറ്റോൺ സോഡിയം ആൻഡ് ഈതർ. നമുക്കറിയാം ജനറൽ അനസ്തെറ്റിക്കിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോൾ തന്നെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത് അതിൻ്റെ റൂട്ട് അനുസരിച്ചല്ലേ. ഒന്ന് നമുക്ക് ഇൻഹലേഷണൽ അനസ്തെറ്റിക് എന്നുള്ള രീതിയിൽ നമ്മൾ പറയും, ഇൻഹലേഷണൽ ടൈപ്പ്. രണ്ടാമത്തെ ടൈപ്പ് ഏതാണ്? ഇൻട്രാവീനിയസ്ലി കൊടുക്കുന്ന അനസ്തെറ്റിക്സ്. അതിൽ ഇൻഹലേഷണൽ അനസ്തെറ്റിക് തന്നെ ഗേഷ്യസ് ഫോം അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ഫോമിൽ വരുന്നതാണ് നൈട്രസ് ഓക്സൈഡ് അല്ലേ. അതുപോലെ തന്നെ വോളറ്റൈൽ ലിക്വിഡ് ഫോമിൽ വരുന്നതാണ് ഈതറും ഐസോഫ്ലൂറൈനും. സോ ഇതൊക്കെ ഇൻഹലേഷൻ ടൈപ്പാണ്. ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇൻട്രാവീനിയസ് ടൈപ്പാണ്. അപ്പോൾ അതിന് ഏതാണ് ആൻസറായിട്ട് വരുന്നത്? തയോപെൻറ്റോൺ സോഡിയം അല്ലേ. ഇതൊരു എന്താണ് അനസ്തേഷ്യ ഇൻഡ്യൂസിങ് ഏജൻ്റാണ്. ഓക്കെ, ഫാസ്റ്റ് ആക്ടിങ് ആണ്, ഇൻഡ്യൂസിങ് ഏജൻ്റാണ്, റാപ്പിഡ് ആക്ടിങ് ആണ്. ഓക്കെ, സോ റീഡിസ്ട്രിബ്യൂഷൻ അതൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ പ്രോപ്പർട്ടിയൊക്കെ ഉള്ളത് തയോപെൻറ്റോൺ സോഡിയത്തിനാണ്. ഒക്കെ നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് പെൻസിലിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. എ ബോൺ മാരോ സപ്രഷൻ, ബി ടെറാറ്റോജനിസിറ്റി, സി ഓട്ടോടോക്സിസിറ്റി ആൻഡ് ഡി ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ. സോ പെൻസിലിൻ്റെ സൈഡ് എഫക്റ്റ് ഏതാണ്? മെയിനായിട്ട് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ അല്ലേ. ഇത് ഏത് മീഡിയേറ്റഡ് റിയാക്ഷനാണ് നടക്കുന്നത്? IgE മീഡിയേറ്റഡ് റിയാക്ഷനാണ് വരുന്നത്. ഓക്കെ, സോ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ എന്തൊക്കെയാണ് കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. നമ്മൾ എന്തൊക്കെയാണ് കൊടുക്കുന്നത്? റിയാക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ, അഡ്രിനാലിൻ അല്ലേ, അഡ്രിനാലിൻ കൊടുക്കും. അതേത് റൂട്ടാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്, IM റൂട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇഞ്ചക്ഷൻ ഹൈഡ്രോകോർട്ടിസോൺ. ഓക്കെ, ഈ 2 ഇഞ്ചക്ഷനാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് അതൊന്ന് നല്ല ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഈ അഡ്വേഴ്സ് എഫക്റ്റ് ഒക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പ്രധാനപ്പെട്ട അഡ്വേഴ്സ് എഫക്റ്റ് ഒക്കെ നമ്മൾ നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലൂപ്പ് ഡയറോട്ടിക്? ഓക്കെ, ലൂപ്പ് ഡയറോട്ടിക് അല്ലാത്തത് ആര്? ഫ്യൂറസമൈഡ്, ഇൻഡാപ്പമൈഡ്, ബ്യൂമിറ്റാനൈഡ്, ടോറസമൈഡ്.
ഡയറക്റ്റ് ക്ലാസിഫിക്കേഷൻ അല്ലേ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സോ ഇതിൽ ആൻസർ ഇൻഡാപ്പമൈഡ് ആണ്. അതേതാണ്? തൈസൈഡ് ഡയറോട്ടിക് ആണ് അല്ലേ, തൈസൈഡ് ഡയറോട്ടിക് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ആൻ അഡ്രിനർജിക് ഡ്രഗ് യൂസ്ഡ് ആസ് ബ്രോങ്കോഡൈലേറ്റർ. ബ്രോങ്കോഡൈലേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന ഏത് ഡ്രഗാണ്? ടെർബ്യൂട്ടാലിൻ, മെതോക്സാമിൻ, ഡോബ്യൂട്ടാമൈൻ, അമിനോഫിലിൻ. ഇതിലേതാണ് വരുന്നത്? ഓപ്ഷൻ എ ടെർബ്യൂട്ടാലിൻ അല്ലേ. നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു ബീറ്റ-2 അഗോണിസ്റ്റിൽ വരുന്ന ഡ്രഗ്സ് ആണ് ഇതെല്ലാം അല്ലേ. അതായിട്ട് ബീറ്റ-2 അഗോണിസ്റ്റ് നമ്മൾ ബ്രോങ്കോഡൈലേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് ഡ്രഗ്സ് പഠിക്കാനുള്ളൂ. ഒന്ന് ടെർബ്യൂട്ടാലിനും രണ്ടാമത്തത് സാൽബ്യൂട്ടാമോളും അല്ലേ. അതാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ മിതോക്സാമി എന്ന് പറഞ്ഞാൽ ആൽഫ-1 അഗോണിസ്റ്റ് ആണല്ലേ. അപ്പോൾ അത് നമ്മൾ വരുന്നത് ഏതൊക്കെയാണ്, അതിൻ്റെ യൂസസ് എന്തൊക്കെയാണ്? ഫിനൈൽ നേസൽ ഡീകൺജസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ വാസോപ്രസർ ഒക്കെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അമിനോഫിലിൻ എന്ന് തിയോഫിലിൻ്റെ കാറ്റഗറി ലൈക്ക് മീതൽ സാന്തിൻസ് ആണിത്. ഇത് ആസ്മയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഡോബ്യൂട്ടാമിൻ ഈ പറഞ്ഞ പോലെ അഡ്രിനർജിക് ഡ്രഗ് തന്നെയാണ്, പക്ഷേ അത് ബ്രോങ്കോഡൈലേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നതല്ല അല്ലേ. സോ ഇതിന് ആൻസർ ഏതാണ്? ടെർബ്യൂട്ടാലിൻ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്ന ഇത്രയും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. The classification under which glibenclamide belongs. Option A sulfonylurea, biguanides, thiazolidinediones, phenylalanine and LOX. ഓക്കെ, ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഗ്ലിബെൻക്ലമൈഡ് ഏത് ക്ലാസിഫിക്കേഷനാണ്? സൾഫണയൂറിയ. അതിൽ തന്നെ നമുക്കറിയാം ഫസ്റ്റ് ജനറേഷൻ ഉണ്ട്, സെക്കൻഡ് ജനറേഷൻ ഉണ്ട്. ഫസ്റ്റ് ജനറേഷനാണ് ടോൾബ്യൂട്ടാമൈഡ്, ക്ലോർപ്രോപ്പമൈഡ്. സെക്കൻഡ് ജനറേഷനാണ് ഗ്ലിബെൻക്ലമൈഡ്, ഗ്ലിപ്പിസൈഡ്, ഗ്ലിക്ലാസൈഡ്, ഗ്ലിമിപെരൈഡ് അല്ലേ. സോ നമ്മൾ ഈ ഫാർമക്കോളജിയുടെ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്ലാസിഫിക്കേഷൻ കറക്റ്റായിട്ട് പഠിച്ചിട്ട് പോവുക. ക്ലാസിഫിക്കേഷനിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് എന്തായാലും പഠിച്ചിട്ട് പോകണം. ഓക്കെ, സോ ഡയറക്റ്റായിട്ട് ക്ലാസിഫിക്കേഷൻ തന്നെ ഒത്തിരി ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടതെല്ലാം ഡയറക്റ്റ് ചോദിച്ചിരിക്കുകയല്ലേ. സോ നിങ്ങൾക്ക് ക്ലാസിഫിക്കേഷൻ മസ്റ്റായിട്ട് വായിച്ചിട്ട് പോവുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ആൻ എക്സാമ്പിൾ ഫോർ ഇൻ്റർമീഡിയറ്റ് ആക്ടിങ് നോൺ ഡീപോളറൈസിങ് ന്യൂറോമസ്കുലർ ബ്ലോക്കിംഗ് ഏജൻറ്റ്. ഡോക്സാക്യൂരിയം, സിസട്രാക്യൂരിയം, മിവാക്യൂരിയം ആൻഡ് സക്സിനിക്കോളൈൻ. ഓക്കെ, സോ ഇതെന്താ? ന്യൂറോമസ്കുലർ ബ്ലോക്കിംഗ് ഏജൻ്റ് ആണ് അല്ലേ. സ്കെൽറ്റൽ മസിൽ റിലാക്സൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൽ തന്നെ നമുക്ക് പഠിക്കുമ്പോൾ രണ്ട് ടൈപ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡീപോളറൈസിങ് ബ്ലോക്കർ, നോൺ ഡീപോളറൈസിങ് ബ്ലോക്കേഴ്സ്, ഡയറക്റ്റ് ആക്ടിങ് ഡ്രഗ്, അങ്ങനെയാണ് വരിയത്. സോ ഡീപോളറൈസിങ് ബ്ലോക്കറിൻ്റെ എക്സാമ്പിളാണ് സക്സിനിക്കോളൈനും അതുപോലെ ഡെക്കാമെഥിയോണും. സോ ഇത് ഓൾറെഡി ഇതല്ലല്ലോ ആൻസർ, അതങ്ങനെ വെട്ടി. ഓക്കെ, അടുത്തത് വരുന്നത് നമ്മൾ പറയുന്നത് ഇൻ്റർമീഡിയറ്റ് ആക്ടിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ലോങ് ആക്ടിംഗ് എന്ന് പറഞ്ഞൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ഓപ്ഷനാണ് ഇൻ്റർമീഡിയറ്റ് ആക്ടിംഗ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ക്ലാസിഫിക്കേഷൻ നമുക്കിതിൽ വരുന്നുണ്ട്. അതുപോലെ തേർഡ് വൺ എന്ന് പറഞ്ഞതാണ് ഷോർട്ട് ആക്ടിംഗ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഷോർട്ട് ആക്ടിങ്ങിൽ ഒരേ ഒരു ഡ്രഗ് മാത്രമേ ഉള്ളൂ, ദാറ്റ് ഇസ് മിവാക്യൂരിയം. ഓക്കെ, മിവാക്യൂരിയം. ഓക്കെ, നെക്സ്റ്റ് ലോങ് ആക്ടിങ് പഠിക്കാൻ വേണ്ടി നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടി എളുപ്പം ഒരു വഴി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സോ നമ്മൾ നോക്കാം ലോങ് ആക്ടിങ് കേട്ടോ. ലോങ് ആക്ടിങ് ആയിട്ടുള്ളത് നമ്മൾ ഓർത്ത് വയ്ക്കുക. ഡീറ്റ്യൂബോക്യുറാനിൻ എന്ന് പറഞ്ഞ ഡ്രഗ് ഉണ്ടല്ലോ, അതെന്തായാലും ലോങ് ആക്ടിങ് ആണെന്ന് നമ്മൾ ഓർത്ത് വയ്ക്കണം, ഡീറ്റ്യൂബോക്യുറാനിൻ. പിന്നെ ഉള്ളത് പാൻകുറോണിയം, ഡോക്സാക്യൂരിയം, പൈപ്പ് കുറോണിയാണ് വരിക. ഓക്കെ, സോ നമ്മളിവിടെ പഠിക്കണമെന്ന് വെച്ചാൽ പാൻഡോക്സ പൈപ്പ് എന്ന് പഠിക്കണം. പാൻഡോക്സ പൈപ്പ്. ഓക്കെ, ഒരു പൈപ്പിൻ്റെ പേരാന്ന് ഓർത്താൽ മതി, പാൻഡോക്സ. ഓക്കെ, സോ നമുക്ക് ഇത് കിട്ടിയില്ലേ. ഇപ്പോൾ ഇതിൽ ഡോക്സാക്യൂരിയം കണ്ടോ ചോദിച്ചിരിക്കുന്നത്. ഇതൊരു ഇൻ്റർമീഡിയറ്റ് അല്ലേ, ലോങ് ആക്ടിങ് അല്ലേ. സോ ഈ ഒരു ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാം. ഷോർട്ട് ആക്ടിങ് ഓപ്ഷൻ നമ്മൾ കട്ട് ചെയ്തു. സോ ഇതിന് ആൻസർ ചെയ്താൽ വരിക സിസട്രാക്യൂരിയം. അതിൽ ഇൻ്റർമീഡിയറ്റ് ആക്ടിങ് ഡ്രഗ്സ് തന്നെ നമുക്ക് സിസട്രാക്യൂരിയം വരുന്നുണ്ട്, അട്രാക്യൂരിയം ഉണ്ട്, അതുപോലെ വെക്കുറോണിയം, റൊക്കുറോണിയം, അങ്ങനത്തെ ഡ്രഗ്സൊക്കെ ഉണ്ട്. ഓക്കെ, സോ നിങ്ങളിപ്പോൾ ഒരു സെൻട്രൽ ഗവൺമെൻറ് ലെവൽ എക്സാം ലൈക്ക് എയിംസോ അല്ലെങ്കിൽ RRB ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ ഡ്രഗ്സും ചിലപ്പോൾ ചില ഡ്രഗ്സിന് പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും അല്ലേ. അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് പഠിച്ചിട്ട് പോകാം കേട്ടോ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് കൂടുതൽ അങ്ങനത്തെ എക്സാം സെൻട്രൽ ലെവൽ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ സിസട്രാക്യൂരിയം പറഞ്ഞിട്ടില്ലേ, അത് തന്നെ നമുക്കറിയാം ഹോഫ്മാൻ ഡിഗ്രഡേഷൻ ഉള്ള ഡ്രഗ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഹോഫ്മാൻ ഡിഗ്രഡേഷൻ ഉള്ള ഡ്രഗ് ഹോഫ്മാൻ. ഓക്കെ, അങ്ങനത്തെ ഹോഫ്മാൻ ഡിഗ്രഡേഷൻ ഉള്ള ഡ്രഗാണ് അട്രാക്യൂരിയം, സിസട്രാക്യൂരിയവും. അതുപോലെ റാപ്പിഡ് ആക്ടിങ് ഡ്രഗാണ് ഈ പറഞ്ഞ റൊക്കുറോണിയം. അതൊക്കെ അങ്ങനെ പ്രത്യേക കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് പഠിച്ചിട്ട് തന്നെ പോവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Which among the following is a
ഓട്ടോകോഡ് ഈസ് എൻ ഓട്ടോകോഡ്. ഓട്ടോകോഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഇസ് എ ലോക്കൽ ഹോർമോൺസ് അല്ലേ, എവിടെയാണോ സിന്തസൈസ് ചെയ്ത് റിലീസ് ചെയ്യുന്ന അവിടെ തന്നെ ആക്ട് ചെയ്യുന്ന ഹോർമോൺസ്. കീറ്റാൻസറിൻ, മെഫെൻഡർമിൻ, ഗ്ലൂക്കഗോൺ, ഹിസ്റ്റമിൻ. ഇതിൽ കീറ്റാൻസറിൻ മെഫെൻഡർമിൻസ് നമുക്കറിയാം ഡ്രഗ്സ് ആണ് അല്ലേ. സോ അതല്ല, ഗ്ലൂക്കഗോൺ ഹോർമോൺ ആണ്. പക്ഷേ ഹിസ്റ്റമിൻ ആണ് ലോക്കൽ ഹോർമോൺ അല്ലെങ്കിൽ ഓട്ടോകോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ഹിസ്റ്റമിൻ, സെറോട്ടോണിൻ അങ്ങനെയുള്ളതൊക്കെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ആൻറ്റി ത്രോംബോട്ടിക് ഡോസ് ഓഫ് ആസ്പിരിൻ. ആസ്പിരിൻ്റെ ആൻറ്റിപ്ലേറ്റ്ലെറ്റ് ഡോസാണ് ചോദിച്ചിരിക്കുന്നത്. 300 to 400 mg per day, 10 to 25 mg per day, 75 to 150 mg per day, 400 to 600 mg per day. എത്രയാണ് വരുന്നത്? 75 to 150 mg per day വരുന്നത്. നമ്മൾ ലോ ഡോസാണ് ആൻറ്റിപ്ലേറ്റ്ലെറ്റ് ആക്ഷൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. കാരണം ഹൈ ഡോസിലേക്ക് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പ്രോസ്റ്റാഗ്ലാൻഡിൻ I2-നെയും കൂടി നമ്മൾ ഇത് ഇൻഹിബിറ്റ് ചെയ്യും. ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ I2 നമ്മുടെ ബോഡിയിൽ ആൻറ്റിപ്ലേറ്റ്ലെറ്റ് ആക്ഷൻ നൽകുന്ന ഒരു പ്രോസ്റ്റാഗ്ലാൻഡിനാണ്. അതിനെയും കൂടി ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഹൈ ഡോസിൽ കൊടുക്കുമ്പോൾ ഇത് ഇൻഹിബിറ്റ് ചെയ്യും. അതുവഴി നമ്മുടെ ആ ഒരു ബെനിഫിഷ്യൽ എഫക്റ്റ് നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ ലോ ഡോസിലേ കൊടുക്കുന്നുള്ളൂ, 75 to 150 mg per day. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ് പ്രൊഡ്യൂസ് ഓൺ ഓഫ് എഫക്റ്റ് ഓൺ ലോങ് ടൈം തെറാപ്പി? ഫിനൈറ്റോയിൻ, ക്ലോർപ്രൊമസിൻ, ക്ലോസാപ്പിൻ, ലിവോഡോപ്പ. ഡയറക്റ്റ് കോസ്റ്റാണ് ലിവോഡോപ്പ. ലിവോഡോപ്പയുടെ സൈഡ് എഫക്റ്റ് ആണ് ഓൺ ഓർ ഓഫ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, തെറാപ്യൂട്ടിക് ഡോസ് ഓഫ് ഐസോനിയാസ് ഫോർ അഡൽട്ട്? 200 mg, 300 mg, 100 mg, 750 mg. ആൻസർ ഏതാണ്? 300 mg. ഈ കേസിൽ നമ്മൾ റിഫാംബിസിനായിരുന്നു നമ്മൾ ചോദിച്ചിരുന്നെങ്കിൽ ഇത് ഡോസ് അഡൽട്ട് ഡോസ് എത്രയാണ്? 600 mg. ഓക്കെ, പൈറസിനാമൈഡ്. ഓക്കെ, പൈറസിനാമൈഡ് ആണോ ചോദിച്ചായിരുന്നെങ്കിലോ ഡോസ് 1500 mg ആണ് വരിക. ഓക്കെ, ആ സമയത്ത് എതാംബ്യൂട്ടോളോ അല്ലെങ്കിൽ സ്ട്രെപ്റ്റോമൈസിനാണ് ചോദിച്ചിരുന്നെങ്കിൽ 1000 mg. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ, നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്സലസെൻറ്റ് ഐറ്റം ഈസ്? ഏതാണ് ഒബ്സലസെൻറ്റ് ഐറ്റം? ഇറ്റ് ഈസ് ഗോയിങ് ഔട്ട് ഓഫ് യൂസ് ബട്ട് നോട്ട് യെറ്റ് കംപ്ലീറ്റ്ലി അൺയൂസബിൾ. ഇറ്റ് ഈസ് നോ ലോങ്ങർ യൂസബിൾ ബിക്കോസ് due to change in practice. It is an unusable item having only material cost. It cannot be used. So obsolescent item എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഡെഫിനേഷൻ അല്ല ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ഗോയിങ് ഔട്ട് ഓഫ് യൂസ് ആണ്, ബട്ട് നോട്ട് യെറ്റ് കംപ്ലീറ്റ്ലി അൺയൂസബിൾ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ലീഡ് ടൈം? The average time for placing an order, the average time for accepting an order, the average time for placing an order and receiving the item, the time taken for scrutinizing the order. So direct definition lead time il ചോദിച്ചിരിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ the average time for placing an order and receiving the item. ഓക്കെ, സോ ഇതൊക്കെ ഡെഫിനേഷൻ ആയതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് കൂടി ഡിസ്കസ് ചെയ്യാത്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ബഫർ സ്റ്റോക്ക് ഐറ്റംസ് മീൻസ് the quantity of items which are expired, the quantity of items is not of standard, the quantity of items kept for unfrozen demands, the quantity of items which are not usable. ഓക്കെ, ഇതും ഡെഫിനിഷനാണ്. ബഫർ സ്റ്റോക്കിൻ്റെ ഡെഫിനിഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, the quantity of items kept for unfrozen demands. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, റീഓർഡർ ലെവൽ മീൻസ്? എന്താണ് റീഓർഡർ ലെവൽ? ഓപ്ഷൻ എ, the level at which new order to be placed. B, the level at which cancellation of the order. C, the level at which recall of order. D എന്താണ്? the level at which there is zero order. റീഓർഡർ ലെവൽ ഏതാണ്? ഓപ്ഷൻ എ അല്ലേ ആൻസർ, the level at which new order to be placed. പുതിയ ഓർഡർ പ്ലേസ് ചെയ്യേണ്ട ലെവൽ ഏതാണ്? ആ ലെവലാണ് നമ്മൾ റീഓർഡർ ലെവൽ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, the carrying cost include the following except. ഓക്കെ, അതൊക്കെ ഇങ്ങനത്തെ എക്സെപ്റ്റ്, നോട്ട്, ഇങ്ങനത്തെ ടൈമൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ ക്വസ്റ്റ്യൻ വരുമ്പോൾ. ഓപ്ഷൻ എ ഏതാണ്? the interest on the money locked up on the material stocked. B, the amount of tax payable. C, the insurance on goods. D, the cost incurred by the purchase department. ഓക്കെ, ഇതിന് ആൻസർ ഏതാണ്? ഡി ആണ് വരിക. സോ ക്യാരിങ് കോസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഹോൾഡിങ് കോസ്റ്റ് എന്നും പറയും അല്ലേ. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഇൻവെൻട്രി നമ്മൾ ഹോൾഡ് ചെയ്യാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള എത്ര കോസ്റ്റ് ഉണ്ട് ആ കോസ്റ്റാണ് നമ്മൾ ക്യാരിങ് കോസ്റ്റിൽ ഹോൾഡിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇത് നോക്കൂ, ദ കോസ്റ്റ് ഇൻകേർഡ് ബൈ ദ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്. സോ ഇത് ഏതല്ലേ വരുന്നത്? ഇത് നമുക്ക് പ്രൊക്യൂർമെൻറ്റ് കോസ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്കിതിനെ ഓർഡറിങ് കോസ്റ്റ്, ഓർഡർ ചെയ്യാനോ അല്ലെങ്കിൽ പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റാണ് നമ്മൾക്ക് ഈ ഒരു ഡെഫിനിഷനിൽ വരുന്നത് അല്ലേ. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് എന്തൊരു വേണം, അത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതാണിത്. സോ ഇവിടെ ചോദിച്ചിരുന്നത് ക്യാരിങ് കോസ്റ്റ് അല്ലാത്തതെന്നാണല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് എൻ്റെ ആൻസറായിട്ട് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ABC അനാലിസിസ് ഓഫ് ഇൻവെൻട്രി മീൻസ്? ഏതാണ് എ ബി സിയുടെ ഫുൾ ഫോം അല്ലേ? ഓൾവേസ് ബഫേർഡ് കൺട്രോൾ, ഓൾവേസ് ബെനിഫിഷ്യൽ കൺട്രോൾ,
ഓൾവേസ് ബെറ്റർ കൺട്രോൾ ആൻഡ് ഓൾട്ടർനേറ്റീവ് ബെറ്റർ കൺട്രോൾ. ഏതാണ് ABC അനാലിസിസിൻ്റെ ഫുൾ ഫോം? ഡയറക്റ്റായിട്ട് ചോദിച്ചിരിക്കുക അല്ലേ. ഇതൊക്കെ നമുക്ക് എന്താ പറയുക, ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, നമ്മളതൊക്കെ പഠിച്ചപ്പോൾ ഡെഫിനിഷനൊക്കെ ആദ്യം അതിൻ്റെ പേരും ഫുൾ ഫോമൊക്കെ അല്ലേ ആദ്യം പഠിക്കുന്നത്. സോ നേരിട്ട് തന്നെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റേ നമ്മൾ ഇതിൽ നിന്ന് വന്നേക്കുന്ന അധികം ഡെഫിനിഷൻസും അതിൻ്റെ ഫുൾ ഫോമുമാണ് വന്നിരിക്കുന്നത്. സോ ഇതിലേതാണ് ഓൾവേസ് ബെറ്റർ കൺട്രോൾ അല്ലേ, ഇതാണ് എൻ്റെ ആൻസറായിട്ട് വരുന്നത്. സോ നമ്മളിന്നിവിടെ 25 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മൾ കൂടുതൽ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.